ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 10ാം ക്ലാസ്സിലെ മാത്തമാറ്റിക്സിലെ ചാപ്റ്റർ 3 മാത്തമാറ്റിക്സ് ഓഫ് ഫിനാൻസ് എന്നാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ആ ചാപ്റ്റർ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ. സത്യം പറഞ്ഞാൽ അത് പ്രോബിലിറ്റി ആണ് നമ്മൾ പറയുന്നത്. നമ്മൾ എന്താണ് ചാൻസസ് എന്ന് പറയുമ്പോൾ കിട്ടാനുള്ള ചാൻസ് നമ്മൾ ഒരു എക്സാം എഴുതി കഴിഞ്ഞാൽ ജയിക്കോ തോൽക്കോ എന്ന് സംശയമുണ്ട്. അതേപോലെ അല്ലെ, അപ്പോൾ ജയിക്കാനും ചിലപ്പോൾ തോൽക്കാനും ചാൻസ് ഉണ്ടെന്ന് പറയും. അധികം മാത്സ് എക്സാമിനാണ് ചിലവർ തോൽക്കും എന്ന് പറയും അല്ലെ. മാത്സ് ഒക്കെ എക്സാം ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോ തോൽക്കും എന്ന രീതിയിലൊക്കെ വരാറുണ്ട്. അപ്പൊ അവിടെയൊക്കെ ചാൻസ് വരുന്നില്ല. അവിടെ എന്താണ് ഉറപ്പായിട്ട് ഷുവർ ആയിട്ട് അവിടെ തോൽവിയാണ് വരുന്നത്. ചിലപ്പോ ഉറപ്പായിട്ട് നമ്മൾ ജയിക്കും എന്ന് പറയാറുണ്ട്. അപ്പൊ അവിടെ ഷുവർ ആയിട്ടും ജയിക്കും. അപ്പൊ ചാൻസസ് ആണ്. അപ്പൊ ചാൻസ് വരുന്ന രീതിയിൽ നമ്മൾ പറയുന്നത് നമ്മൾ എന്താണ് നമ്മളെ പ്രോബിലിറ്റി അല്ലെങ്കിൽ മാത്തമാറ്റിക്സ് ഓഫ് ചാൻസ് എന്ന് പറയുന്നത്. നമുക്ക് ഇതിന്റെ ഒരു ഇക്വേഷൻ ഫോം ചെയ്യുന്നുണ്ട്. എന്താണ് പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ് നമ്മളെ പ്രോബിലിറ്റി. നമുക്ക് എത്രത്തോളം നമുക്ക് ഷുവർ എന്ന കേസിൽ ബൈ ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന രീതിയിലാണ് നമ്മൾ അതിന്റെ ഇക്വേഷൻ വരുന്നത്. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ് നമ്മൾ വരുന്നത്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പ്രോബിലിറ്റിന്റെ നമ്മൾ റേഞ്ച് പറയുന്നത് ഷുവർ ആയിട്ട് കിട്ടുന്നത് നമ്മൾ 1 എന്ന് പറയും. ഫെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷുവർ ആയും തോൽക്കും എന്ന് പറഞ്ഞ് നമ്മൾ എന്ത് പറയും? 0 ആണ് പറയുന്നത്. അപ്പൊ പ്രോബിലിറ്റിയുടെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ the probability of a number is in between 0 and 1 എന്നാ പറയുന്നത്. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ചാൻസസ് ആണ്, എത്രത്തോളം ചാൻസ് ഉണ്ട് എന്നാ പറയുന്നത്. ഒന്നില്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ഫുൾ കറക്റ്റ് ആയിട്ട് പാസ്സാവും എന്ന് പറയുമ്പോൾ 1 ആണ്, ഷുവർ ആയിട്ട് തോൽക്കും എന്ന് പറയുമ്പോൾ എന്താണ് 0 ആണെന്ന് ഓർക്കുക. അപ്പൊ ഇതിന്റെ ബിറ്റ്വീൻ ആയിരിക്കും നമ്മൾ പ്രോബിലിറ്റിന്റെ വാല്യൂ വരിക. അപ്പൊ 1 വരാം, 0 വരാം, 0.5 ഒക്കെ വന്ന് ചാടാം. അല്ലാതെ 2 വരാറില്ല, 5 ഒന്നും വരാറില്ല, നെഗറ്റീവ് നമ്പേഴ്സും കയറി വരാറില്ല. ഇതൊന്നും നമുക്ക് ആര് വരുന്നില്ല, പ്രോബിലിറ്റിയിൽ വരുന്നില്ല. അപ്പൊ ഓർത്ത് വെക്കുക, ഓൺലി ബിറ്റ്വീൻ 0 and 1 ആണ് നമ്മുടെ പ്രോബിലിറ്റിന്റെ വാല്യൂ എന്ന് പറയുന്നത്. ഇനി the probability certain occurrence in 1 and uncertain occurrence is 0 എന്ന് പറഞ്ഞാൽ കറക്റ്റ് ആയിട്ട് സർട്ടൈൻ ചെയ്യുന്ന occurrence is 1 എന്ന കറക്റ്റ് ആയിട്ട് പ്രോബിലിറ്റി കിട്ടുകയാണെങ്കിൽ ഇവിടെ occurrence എന്ന് പറഞ്ഞാൽ ഫുൾ ചാൻസിനെയാണ്. അപ്പൊ ഇത് സർട്ടൈൻ ഫുൾ ചാൻസ് ആണെങ്കിൽ 1 ഉം, അല്ലെങ്കിൽ അൺസർട്ടൈൻ അല്ലാതെ ഇത് കിട്ടാത്ത, ഇവിടെ നോക്കുക അൺസർട്ടൈൻ എന്ന് പറയുന്നുണ്ട്, അതൊന്നും കിട്ടാത്ത അവസ്ഥ വരുമ്പോ എന്താണ് 0 ആണ്. അപ്പൊ പാസ് ആകുമ്പോൾ 1 ഉം, ഫെയിൽഡ് ആകുമ്പോൾ ഷുവർ ആയിട്ട് പാസ് ആകും എന്ന് പറയുമ്പോൾ 1 ഉം, അല്ലെങ്കിൽ എന്താണ് ഫെയിൽഡും ആണെന്ന് പറയുന്നതെങ്കിൽ അതിന് 0 ആണ് പറയുന്നത്. നമ്മളൊരു കോയിൻ കണ്ടിട്ടുണ്ടാവും അല്ലെ. നമ്മള് കോയിൻ എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അല്ലെ, 1 റുപ്യ കോയിന്, 2 റുപ്യ കോയിന്, 10 റുപ്യ, 1000 കോയിൻ ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്, 20 കോയിൻസ്, 100 റുപ്യന്റെ കോയിൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ട്. ഈ കോയിൻസിന്റെ അകത്ത് നമുക്ക് ഹെഡും ഉണ്ട് ടൈലും ഉണ്ട്. അപ്പൊ എവിടെയാണ് ഹെഡ് എന്ന് പറയുമ്പോൾ അല്ലെ, ഇതിങ്ങനെ കാണുന്നതിന് ഹെഡ് എന്ന് പറയുന്നത്. അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, ടൈൽ എന്ന് പറഞ്ഞാൽ 1 രൂപയാണെങ്കിൽ ആ 1 രൂപ കാണുന്നതിന് നമ്മൾ ടൈൽ എന്ന് പറയുന്നത്. മലയാളത്തിൽ തല അല്ലെങ്കിൽ വാല് എന്ന രീതിയിലാണ് പറയുന്നത്. ഇനി നമ്മൾ ഡൈസ്, നമ്മൾ പാമ്പും കോണിയും കളിക്കുമ്പോഴും ലുഡോ കളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്നുണ്ട്, ഡൈസ് ഉപയോഗിക്കുന്നുണ്ട് അല്ലെ. അതിന് എത്ര ഫേസ് ഉണ്ട് അല്ലെ, 1 2 3 4 5 6 ഫേസ് ഉണ്ട്. ഇത് നമ്മളെ ലുഡോന്റെ ഒരു കട്ട അല്ലെ, ഡൈസ് എന്ന് പറയുന്നത്. ലുഡോ കളിക്കണ പാമ്പും കോണിയും കളിക്കുമ്പോഴൊക്കെ ഉപയോഗിക്കുന്ന ആ കട്ടയാണ് നമ്മൾ ഇത്. ഇനി ഇതിന് മൊത്തം ഫേസ് ഞാൻ പറഞ്ഞു 1 2 3 എങ്ങനെ രീതിയിൽ എത്രയുണ്ട്, 6 ഫേസസ് ഉണ്ട് ഇതിനകത്ത് വരുന്നത്. അപ്പൊ നമ്മൾ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ്, ഇഫ് എ കോയിൻ ഈസ് thrown, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? ഒരു കോയിൻ ടോസ് ചെയ്യാം, അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഹെഡ്? ഹെഡ് കിട്ടാനുള്ള ചാൻസ് എത്രയാണ്? പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ചാൻസ്. അപ്പൊ നമുക്കറിയാം ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഹെഡും വരാം ടൈലും വരാം. ഇതിനകത്ത് എത്ര ഹെഡേ ഉള്ളൂ? ഒന്നേ ഉള്ളൂ. അപ്പൊ ഞാൻ പറഞ്ഞു എന്താണ് ഇക്വേഷൻ പറഞ്ഞു നമ്മള് അല്ലെ, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ ഔട്ട്കംസ് ആണ്. അപ്പൊ നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഹെഡ് ആണ്, അപ്പൊ 1 ആണ്. എത്ര ടോട്ടൽ ഔട്ട്കംസ് ഉണ്ട്? ഒന്നില്ലെങ്കിൽ ഹെഡ് വരാം, അല്ലെങ്കിൽ എന്ത് വരാം, ടൈല് വരാം. അപ്പൊ 2 ആണ്. അപ്പൊ ആൻസർ എന്ത് വരാം, നമ്പർ ഓഫ് ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ 1 ആണ്. ടോട്ടൽ നമ്പർ ഓഫ് ഔട്ട്കംസ് എന്ന് പറഞ്ഞാൽ ഹെഡും ടൈലും എത്ര ഉണ്ട്? 2 ആണ്. അപ്പൊ 1/2 ആണ് നമുക്ക് ആര് വന്നതിന്റെ പ്രോബിലിറ്റി വന്നത്. ഈ 1 എന്താണ് നമ്പർ ഓഫ് അല്ലെ, ഹെഡ് കിട്ടാനുള്ള 1 ആണ്. ഒറ്റ ഹെഡ് ഉള്ളു, അപ്പൊ 1. എത്ര ഔട്ട്കംസ് ഉണ്ട്? ഹെഡും വരാം ടൈലും വരാം, അപ്പൊ 2. അങ്ങനെയാണ് ഈ 1/2 കയറി വന്നത്. ഇനി അങ്ങനെയാണെങ്കിൽ ഡൈസിന്റെ കേസ്, ഇഫ് എ ഡൈസ് ത്രോ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് 5? അപ്പൊ ഡൈസ് നമുക്കറിയാം എത്ര, മൊത്തം 6 ഫേസ് ഉണ്ട്. ഇതിൽ 5 കിട്ടാനുള്ള പ്രോബിലിറ്റി ഇപ്പൊ 1 അല്ലെ, അപ്പൊ 1 കിട്ടും അല്ലെ, ഒറ്റ 5 ഉള്ളു അതിനകത്ത്. അപ്പൊ ഒരു 1/,
ടോട്ടൽ ഔട്ട്കംസ് എത്രയുണ്ട് 1 2 3 4 5 6 മൊത്തം എത്രയുണ്ട് 6 ആണ് ഉള്ളത്. അപ്പൊ എത്ര ആൻസർ 1/6 ആണ് ഇതിന്റെ പ്രോബിലിറ്റി വന്നത്. 1 എന്ന് പറയുമ്പോൾ ആ കിറ്റ് ഏതാണോ ക്വസ്റ്റ്യൻ പറഞ്ഞത് അത് എത്ര ഉണ്ടെന്ന് നോക്കുക. ഇവിടെ ആകെ 5 എന്ന് പറഞ്ഞാൽ ആകെ ഒന്നേ ഉള്ളൂ. അപ്പൊ 1 ഡിവൈഡഡ് ബൈ എത്ര ഔട്ട്കംസ് എത്ര ഉണ്ട് 1 2 3 4 5 6. അപ്പൊ 1/6 ആണ് വന്നത്. ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. each letter of the word Malayalam is written on paper, slip and put in a box. If one slip is taken, what is the probability of getting the letter M? Getting the letter A. അപ്പൊ മലയാളം എന്ന ലെറ്റേഴ്സ് ഞാൻ എന്ത് ചെയ്യാണ് ഒരു ബോക്സിലേക്ക് എന്ത് ചെയ്യാണ് ഇടുകയാണ്. ഞാൻ ഇത് കയ്യിലാണ് ഒരു ബോക്സ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ ബോക്സിലേക്ക് ഞാൻ എന്ത് ചെയ്യാണ് മലയാളം ലെറ്റർ എന്ത് ചെയ്യാണ് ഇടുകയാണ്. അപ്പൊ ഇടുമ്പോ ഓരോ ലെറ്ററും ഇട്ടിട്ടാണ് ചെയ്യുന്നത് അല്ലെ. എം ആദ്യം ഇടും, പിന്നെ എ ഇടും, എൽ ഇടും, എ ഇടും അല്ലെ, വൈ ഇടും, എ ഇടും, എൽ ഇടും, എ ഇടും, എം. അപ്പൊ എത്ര എം ഉണ്ട് ഇവിടെ 1 2 2 എം ഉണ്ട്. എത്ര എ ഉണ്ട് 1 2 3 4 4 എ ഉണ്ട്. അപ്പൊ എത്ര എ ഉണ്ട് 4 എ ഉണ്ട്. അതേപോലെ എത്ര എം ഉണ്ട് നമുക്ക് 2. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ചോദിച്ചതാണ് ഗെറ്റിംഗ് ദി ലെറ്റർ എം. ഈ ബോക്സിൽ നിന്ന് എം എടുക്കാനുള്ള പ്രോബിലിറ്റി ആണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് എങ്ങനെ പറയാം പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എത്രയാണോ ഉള്ളത് എണ്ണം നോക്കണം. നമുക്ക് എന്താണ് വേണ്ടത് എം 2 ആണ്. അപ്പൊ 2 ഇട്ടു. അതായത് ടോട്ടൽ ഔട്ട്കംസ് എത്ര ഉണ്ട് 1 2 3 4 5 6 7 8 9 അല്ലെ. ടോട്ടൽ എത്ര ഉണ്ട് 9 ഉണ്ട്. അപ്പൊ എന്താണ് എം കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 2/9. അങ്ങനെയാണെങ്കിൽ എ കിട്ടാനുള്ള പ്രോബിലിറ്റി എന്ന് വേഗം പറഞ്ഞാൽ എത്ര എ ഉണ്ട് ഇതിനകത്ത് 1 2 3 4 ഇട്ടു ഡിവൈഡഡ് ബൈ എത്ര ഔട്ട്കംസ് ഉണ്ട് ടോട്ടൽ എത്ര നമുക്ക് ഈ ബോക്സിലേക്ക് ഇട്ടിട്ടുണ്ട് അല്ലെ 9 ആണ്. അപ്പൊ 4/9 ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ. അപ്പൊ ഗെറ്റിംഗ് മലയാളം എന്ന് പറയുമ്പോൾ അല്ലെ അതിനകത്ത് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ലെറ്റർ എം എന്ന് പറയുമ്പോൾ എത്ര കിട്ടി നമുക്ക് 2/9. അതേപോലെ നമുക്ക് എന്ത് പറയാം പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് അല്ലെ ലെറ്റർ എ എന്ന് പറയുമ്പോൾ എന്തായി 4/9. ക്ലിയർ ആയല്ലോ. ആ മുകളിലത്തത് എത്ര എണ്ണം റിപ്പീറ്റ് ചെയ്യുന്നുണ്ട് അതാണ് മുകളില്. താഴെ ഡിനോമിനേറ്ററിൽ ടോട്ടൽ ഔട്ട്കം അല്ലെങ്കിൽ ടോട്ടൽ എന്ന് എണ്ണി നോക്കുക, അതായിരിക്കും അതിന്റെ ആൻസർ. ഇനി ഫോർത്ത് ക്വസ്റ്റ്യൻ എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? there are 20 balls in a box, some of them are white and other are black. ഒരു ബോക്സ് എന്തുണ്ട് കയ്യിലുണ്ട് എന്ന് പറഞ്ഞു. ഒരു ബോക്സ് ഞാൻ വരച്ചു. അതിൽ എന്തുണ്ട് 20 ബോൾസ് ഉണ്ട്. അപ്പൊ ആകെ ടോട്ടൽ എന്ന് പറയുമ്പോൾ 20 ആണ് അതിന്റെ ഉള്ളത്. 20 ബോൾസ് ഉണ്ട്. സം വൺ ആർ ബ്ലാക്ക് ആൻഡ് വൈറ്റ്. കുറച്ച് എണ്ണം എന്തുണ്ട് വൈറ്റ് ആണ്, കുറച്ചെണ്ണം ബ്ലാക്കും ആണ്. ക്വസ്റ്റ്യൻ ഇതാണ് തന്നിട്ടുള്ളത്. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ വെൻ ടേക്കിംഗ് ഈസ് 1/4 അല്ലെ. അപ്പൊ ഇവിടെ പ്രോബിലിറ്റി തന്നിക്കുകയാണ്. ഏതിന്റെ ബ്ലാക്ക് ബോളിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ് 1/4 ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറയുമ്പോൾ 1/4. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ദ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ? എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട്? വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വൈറ്റ് ബോൾ? എത്ര വൈറ്റ് ബോൾ ഉണ്ട്? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ അല്ലെ. വൈറ്റ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി. ഒന്നാമത്തെ ബ്ലാക്ക് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി അല്ലെ സോറി ഒന്നാമത്തത് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ചോദിച്ചത്, രണ്ടാമത്തത് നമ്പർ ഓഫ് വൈറ്റ് ബോൾ, മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ. അപ്പൊ നമുക്ക് തന്നത് ഇത് എന്താണ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ തന്നിട്ടുണ്ട്. അത് നമുക്ക് എന്ത് ചെയ്താൽ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ എന്ന് എഴുതി. ശരിയായല്ലോ. ഇനി നമ്പർ ഓഫ് എന്താ നമ്മൾ ചോദിച്ചത് ബ്ലാക്ക് ബോൾ ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്കറിയാം ബ്ലാക്ക് ബോളിന്റെ പ്രോബിലിറ്റി നമുക്കറിയാം എത്രയാണ് 1/4 ഇൻറ്റു ടോട്ടൽ എത്ര ബോൾ ഉണ്ട് പറഞ്ഞു 20 ആണ്. ആ 20 കൊണ്ട് എന്ത് മൾട്ടിപ്ലൈ ചെയ്യാം. എന്താ ചെയ്തത് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറയുമ്പോൾ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ എത്ര നമുക്കറിയാം എത്രയാണ് 1/4. അതിനെ ടോട്ടൽ ബോൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 20 ഡിവൈഡഡ് ബൈ 4 എന്ന് പറഞ്ഞാൽ 5. അപ്പൊ എത്ര ബ്ലാക്ക് ബോൾ കിട്ടി 5 ആണ് കിട്ടി. ഇനി നമ്മുടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചത് എന്താണ് വാട്ട് ഈസ് ദി നമ്പർ ഓഫ് വൈറ്റ് ബോൾസ് എന്നാണ്. നമുക്കറിയാം വൈറ്റ് ബോൾസ് കിട്ടാൻ ഈ ബോക്സിന്റെ അകത്ത് ആരൊക്കെ ഉണ്ട് അല്ലെ വൈറ്റ് ബോളും ഉണ്ട് ബ്ലാക്ക് ബോളും ഉണ്ട്. ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഇത് രണ്ടും കൂടി ചേർന്നാലാണ് 20 കിട്ടുന്നത്. അങ്ങനെയാണ് എഴുതിയത് നമ്പർ ഓഫ് വൈറ്റ് ബ്ലാക്ക് ബോൾ പ്ലസ് നമ്പർ ഓഫ് വൈറ്റ് ബോൾ ഈക്വൽ ടു 20. നമുക്ക് കിട്ടേണ്ടത് ആരാണ് നമ്പർ ഓഫ് വൈറ്റ് ബോൾ ആണ്. പക്ഷെ നമുക്ക് ഇതിനു മുമ്പ് തൊട്ട് മുമ്പ് നമ്മൾ കണ്ടെത്തിയിരുന്നു എത്ര ബ്ലാക്ക് ബോൾ ഉണ്ടെന്ന് പറഞ്ഞിരുന്നു. എത്രയാണ്
5 ആണെന്ന് അറിയാം. അപ്പൊ അത് നേരെ എന്ത് ചെയ്യാം, റീപ്ലേസ് ചെയ്യാം അല്ലെ. അപ്പൊ നമുക്ക് ഇനി ഇവിടെ എന്ത് ചെയ്താം, നമ്പർ ഓഫ് വൈറ്റ് ബോൾ ഈക്വൽ ടു എന്ത് ചെയ്യാം, 20 മൈനസ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ. ഈ 20 മൈനസ് ഇവിടെ പ്ലസ് ഉള്ളത് അങ്ങോട്ട് പോകുമ്പോ മൈനസ് ആയി. ഇനി നമ്മൾ പറഞ്ഞു, തൊട്ടുമുമ്പ് പറഞ്ഞിരുന്നു നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾസ് എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണ് നമ്മൾ എഴുതിയിരുന്നത്. അപ്പൊ 20 മൈനസ് 5 ഈക്വൽ ടു എത്രയാണ്, 15 ആണ്. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, സി ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ആണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, വൈറ്റ് ബോൾ നമുക്ക് കിട്ടി എത്രയാണ്, 15 ആണ് നമ്മളെ വൈറ്റ് ബോൾ ഉള്ളത്, ഡിവൈഡഡ് ബൈ ടോട്ടൽ എന്ന് പറഞ്ഞാൽ 20 ആണ്. ഒന്നുകൂടി സിംപ്ലിഫൈ ചെയ്യാം. 15 3 into 5 ആക്കാം, 20 4 into 5 ആക്കാം. അപ്പൊ ഈ 5ഉം ഈ 5ഉം ക്യാൻസൽ ആയി, ബാക്കി എത്രയേ ഉള്ളൂ, 4/3 ആണ്. ഇവിടെ ഒന്നുകൂടി പറയാണ്, ഈ സ്റ്റെപ്പ് ഒന്നാമത്തെ സ്റ്റെപ്പ് എന്താ പറയുക നമ്മളോട് അല്ലെ, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ 1/4. അതിന് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1/4 into ടോട്ടൽ. ആ പ്രോബിലിറ്റിനെ ആ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പ്രോബിലിറ്റി അറിയാമെങ്കിൽ അതിനെ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടും എന്നാ പറയുന്നത്. അപ്പൊ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 1/4 into 20 ഈക്വൽ ടു 5. ഇത് എങ്ങനെ വന്നു എന്ന് ചോദിച്ചാൽ നമുക്ക്, ഞാൻ ഈ പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു ഇങ്ങനെ P(B) ആണ് എഴുതണേ. അത് നൊട്ടേഷൻ കൊടുത്തു എന്നുള്ളൂ, അങ്ങനെ എഴുതാൻ പാടില്ല. കറക്റ്റ് പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ എന്ന് എഴുതണം. ഈക്വൽ ടു നമ്പർ ഓഫ് അല്ലെ ഫേവറബിൾ ഔട്ട്കംസ് എന്ന് പറയുമ്പോൾ ഫേവറബിൾ ഔട്ട്കംസ് ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ദാം. ഇപ്പൊ പ്രോബിലിറ്റി ഓഫ് 1/4 നമുക്ക് അറിയാം. ഇത് കിട്ടിയ സ്റ്റെപ്പ് ആണ് പറയുന്നത്. പ്രോബിലിറ്റി ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു ഔട്ട്കംസ് എന്ന് അറിയാം നമുക്ക്, ടോട്ടൽ അറിയില്ല. ഇതാണ് കിട്ടേണ്ടത്, നമ്പർ ഓഫ് എന്താണ് ബ്ലാക്ക് ബോൾ ആണ് മുകളിൽ വേണ്ടത്, ഡിവൈഡഡ് ബൈ എന്താണ് ടോട്ടൽ ബോൾസ് ആണ്. ടോട്ടൽ ബോൾസ് ഇവിടെ 20 ആണ്. എന്താ ഇവിടെ ഇക്വേഷൻ, പ്രോബിലിറ്റി ഓഫ് അല്ലെ ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു അല്ലെ എന്താ പറയാ നമ്പർ എന്താ പറയാ ദ പ്രോബിലിറ്റി ഓഫ് അല്ലെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. അപ്പൊ എന്താണ് നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ അവിടെ നിർത്തി, ഇതിനെ ഇങ്ങോട്ട് കൊണ്ടുപോയി. അപ്പൊ എന്താവും, നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു 1/4 into 20. ഡിനോമിനേറ്റർ ഇങ്ങോട്ട് പോകുമ്പോൾ മൾട്ടിപ്ലിക്കേഷൻ ആയി മാറി into 20. ആ സ്റ്റെപ്പാണ് ഇവിടെ എഴുതിയത്. എന്താ പറയുക, ആ സ്റ്റെപ്പ് വൃത്തിയാക്കി എഴുതുകയാണെങ്കിൽ ദി പ്രോബിലിറ്റി എങ്ങനെ എഴുതുന്നത്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ ഈക്വൽ ടു എന്തായിരുന്നു, നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ ബോൾ ആണ്. ടോട്ടൽ ബോൾ നമുക്കറിയാം, ഇവിടെ നമ്പർ ഓഫ് പ്രോബിലിറ്റി ആണ് 1/4. ഇവിടെ നമ്പർ ഓഫ് ബ്ലാക്ക് ബോൾ ആണ് നമുക്ക് കണ്ടുപിടിക്കുന്നത്. അതേപോലെ എടുത്ത് എഴുതി, ബൈ ടോട്ടൽ ബോൾസ് എന്ന് പറഞ്ഞാൽ 20. അപ്പൊ ഈ സ്റ്റെപ്പിലേക്ക് എത്തി. ഒന്ന് വാരി വലിച്ചെന്ന് എഴുതിയെന്നുള്ളൂ. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഇസ് ദ നമ്പർ ഓഫ് വൈറ്റ് ബോൾ എന്നാണ്. നമുക്കറിയാം വൈറ്റ് ബോളും ബ്ലാക്ക് ബോളും കൂട്ടിക്കഴിഞ്ഞാൽ അഡീഷൻ ചെയ്ത് കഴിഞ്ഞാൽ 20 ആണ് ആ ബോക്സിനകത്ത്. നമ്മൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് 20 ബ്ലാക്ക് അല്ലെ ബോക്സ് ബോൾ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ഓൾറെഡി നമുക്ക് എന്ത് കിട്ടി ഇവിടെ അല്ലെ, ബാക്ക് ബോൾ എന്ന് പറഞ്ഞാൽ എത്രയാണ്, 5 ആണെന്ന് കിട്ടി. അപ്പൊ 20 നിന്ന് 5 സബ്ട്രാക്ട് ചെയ്ത് എത്ര കിട്ടി, 15 ആണ്. ഒന്ന് സ്റ്റെപ്പ് ചെയ്തുമ്പോൾ ഇങ്ങനെ എഴുതിയെന്നുള്ളൂ, 20 ആണ്. ഇനി ഈ വൈറ്റ് ബോളിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് പ്രോബിലിറ്റി, വൈറ്റ് ബോൾ എത്ര ഉണ്ട്, 15 ആണ്. അതിന്റെ ടോട്ടൽ ബോൾ എത്രയാണ്, 20 ആണ്. അപ്പൊ 15 ഡിവൈഡഡ് ബൈ 20 ദാറ്റ് ഈസ് 3/4. ക്ലിയർ ആയല്ലോ, ക്ലിയർ ആയല്ലോ. ഇനി അടുത്ത നമ്മൾ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ് ചെയ്യാൻ പോകുന്നത്. ഇതുവരെ നമ്മൾ ചെയ്ത് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു. നമ്മൾ ഇനി അടുത്ത് ചെയ്യാൻ പോകുന്നത് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ആണ്. പേജ് നമ്പർ 71. 71ലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇൻ എ ബോക്സ് contain 6 black and 4 white ball. If a ball is taken from it, what is the probability of it being black and the probability of it being white? എന്താണ്, ഒരു ബോക്സ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ഒരു ബോക്സ് അവിടെ വരച്ചു, അതിനകത്ത് എന്തുണ്ട്, 6 ബ്ലാക്ക് ഉണ്ട്, അതേപോലെ എന്ത് ചെയ്യുന്നുണ്ട്, 4 വൈറ്റും ഉണ്ട്. അപ്പൊ ടോട്ടൽ എത്രയായി, 10 ബോൾസ് ആണ് ടോട്ടൽ. ഇനി അതിനാണ് നമ്മൾ ക്വസ്റ്റ്യൻ ചോദിച്ചത്, എന്താണ്, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ബീയിങ് ബ്ലാക്ക്. ഇതിന്ന് ഒരു ബോൾ സെലക്ട് ചെയ്യുകയാണെങ്കിൽ എന്താണ്, അത് ബ്ലാക്ക് ആകാനുള്ള പ്രോബിലിറ്റി, അതേപോലെ ഒരു ബോൾ നിന്ന് സെലക്ട് ചെയ്യുകയാണെങ്കിൽ വൈറ്റ് ആകാനുള്ള പ്രോബിലിറ്റി. അപ്പൊ ആദ്യം നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ് അല്ലെ, വൈറ്റ് ബോൾ എടുക്കാനുള്ള അല്ലെങ്കിൽ ബ്ലാക്ക് ബോൾ സെലക്ട് ചെയ്യാനുള്ള പ്രോബിലിറ്റി ആണ് ചെക്ക് ചെയ്യാൻ പോകുന്നത്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ ബ്ലാക്ക് ബോൾ. അപ്പൊ എത്ര ബ്ലാക്ക് ബോൾ ഉണ്ട് ഇതിനകത്ത്, 6. ടോട്ടൽ എത്ര ഉണ്ട്, 10. അപ്പൊ 6 ഡിവൈഡഡ് ബൈ 10. 6 നമുക്ക് എങ്ങനെ എഴുതാം, 3 into 2 ആക്കി എഴുതാം. 10നെ 5 into 2 ആക്കി മാറ്റി എഴുതാം. ഈ 2 ക്യാൻസൽ ആയി, 3/5. ഇനി അടുത്തെന്താണ്, പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ വൈറ്റ് ബോൾ.
ഇവിടെ എത്ര വൈറ്റ് ബോൾ ഉണ്ട്? 4 ഡിവൈഡഡ് ബൈ ടോട്ടല് 10. 4 എങ്ങനെ മാറ്റി ചെയ്താൽ 2 into 2. 10 എങ്ങനെ മാറ്റി ചെയ്താൽ 5 into 2. 2 2 ക്യാൻസൽ ആയി. ദാറ്റ് ഈസ് 2/5 ആണ് ഇതിന്റെ ആൻസർ. ക്ലിയർ ആയല്ലോ? നമുക്ക് ഒരു കാര്യം കൂടി ആലോചിച്ച് നോക്കാം. ഈ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ബ്ലാക്ക് ബോൾ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് വൈറ്റ് ബോൾ ഒന്ന് ആഡ് ചെയ്ത് നോക്കാം. അപ്പൊ 3/5 പ്ലസ് 2/5 എത്രയായി? 5/5 ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ശരിയാണോ തെറ്റാണോ തിരിച്ചറിയാൻ വേണ്ടി ഒരു ടെക്നിക്കാണ്. രണ്ടിന്റെയും പ്രോബിലിറ്റികൾ തമ്മിൽ ആഡ് ചെയ്താൽ 1 കിട്ടുന്നുണ്ടെങ്കിൽ നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഓക്കെ, അതുകൂടി ഓർത്ത് വെക്കുക ടെക്നിക്ക്. അപ്പൊ രണ്ടിന്റെയും പ്രോബിലിറ്റികൾ 2 3 എത്രയാണോ പ്രോബിലിറ്റികൾ തമ്മിൽ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ എത്ര കിട്ടണം? 1 കിട്ടണം. അങ്ങനെയാണ് നമുക്കിത് കറക്റ്റ് ആണെന്ന് പറയാൻ പറ്റും. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെക്കൻഡ് ക്വസ്റ്റ്യൻ. എന്താണ് സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? There are 3 red ball and 7 green ball in a bag. 8 red and 7 green ball in another bag. അപ്പൊ 2 ബാഗ് ഉണ്ട് എന്ന് അവിടെ കണ്ടെത്തി. ഒന്നാമത്തെ ബാഗിൽ 3 റെഡ് ബോൾ ഉണ്ട് അല്ലെ, 7 ഗ്രീൻ ബോളും ഉണ്ട്. അനദർ ബാഗ്, വേറൊരു ബാഗ് ഞാൻ വരച്ചു. അതിൽ 8 റെഡ് ഉണ്ട്, അതേപോലെ 7 ഗ്രീൻ ഉണ്ട്. ഓക്കെ, അത് റെഡിയായി. അപ്പൊ എന്ത് കിട്ടി? ഒരു ബാഗില് എന്തുണ്ട്? 3 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. അനദർ ബാഗിൽ 8 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. അപ്പൊ ഇതിന്റെ ടോട്ടൽ ബോൾ എന്ന് പറയാം 10. ഇതിന്റെ ടോട്ടൽ ബോൾ എന്ന് പറയുമ്പോ എത്ര ബോൾസ് പറഞ്ഞാൽ 15 ആണ്. ഇനി ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബോൾ ഫ്രം ദി ഫസ്റ്റ് ബാഗ്? അപ്പൊ ബാഗ് 1 അല്ലെ, ഇതെന്താണ്? ബാഗ് 2. അപ്പൊ ഒന്നാമത്തെ ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, ഒന്നാമത്തെ ബാഗിൽ എത്ര റെഡ് ബോൾ ഉണ്ട്? 3 ഡിവൈഡഡ് ബൈ ഈ എത്ര ടോട്ടൽ ഉണ്ട്? 10. അപ്പൊ 3/10. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് വേണമെങ്കിൽ എഴുതിയിട്ട് പിന്നെ ഇവിടെ എഴുതിയ ശേഷം നമുക്ക് പിന്നെ ഒന്നായിട്ട് എഴുതാം. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് ബാഗിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി, ഇവിടെ റെഡ് എത്ര ഉണ്ട്? 8 ബൈ എത്ര ടോട്ടല്? 15. ശരിയല്ലേ? അപ്പൊ അതൊന്നും എഴുതാം. അപ്പൊ എന്താണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ? വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ദി റെഡ് ബോൾ ഇൻ ദി ഫസ്റ്റ് ബാഗ്? അപ്പൊ ടോട്ടൽ നമ്പർ ഓഫ് ഫസ്റ്റ് ബാഗ് എത്രയാണ്? നമുക്കറിയാം 10 ആണ്. പിന്നെ എത്ര റെഡ് ബോൾ ഉണ്ട്? 3 ആണ്. അപ്പൊ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? 3/10 ആണ്. ഒന്ന് വാരി വലിച്ച് നമ്മൾ നേരത്തെ എഴുതിയിരുന്നു 10 നേരത്തെ 3/10 ഒന്ന് സ്റ്റെപ്പ് കൂട്ടിയിരുന്നുള്ളൂ. ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ് ഇൻ ദ ഫസ്റ്റ് ബാഗ് 10. ദി നമ്പർ ഓഫ് റെഡ് ബോൾ എന്ന് പറഞ്ഞാൽ 3 ആണ്. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 3/10. ഇനി സെക്കൻഡ് ബാഗിൽ എന്താ അവസ്ഥ? ടോട്ടൽ നമ്പർ ഓഫ് എത്ര ഉണ്ട്? ബാഗിൽ 15 ആണ് ടോട്ടൽ നമ്പർ ഓഫ് ബോൾസ്. എത്ര റെഡ് ബോൾ ഉണ്ട്? 8. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 8/15 ആണ് വരുന്നത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എന്താണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പറയുന്നത്? ഇഫ് ദി ബോൾ ആർ പുട്ട് ഇൻ എ സിംഗിൾ ബാഗ് അല്ലെ, ഇതൊക്കെ പാട് ഒരു സിംഗിൾ ബാഗിലേക്ക് ഫിക്സ് ചെയ്യാൻ പോവാം. അപ്പൊ നമ്മളെ കയ്യിൽ എന്തായിരുന്നു? ഒരു ബാഗ് 1 എന്തൊക്കെയുണ്ട്? 3 റെഡ് ഉണ്ട്, റെഡ് ബോൾ ഉണ്ട്, അതേപോലെ 7 ഗ്രീൻ ഉണ്ട്. അതേപോലെ രണ്ടാമത്തെ ബാഗിൽ എന്തുണ്ട്? 8 റെഡ് ഉണ്ട്, 7 ഗ്രീൻ ഉണ്ട്. ഇതിനൊക്കെ പാടെ ചേർന്ന് എന്ത് ചെയ്യാൻ? ഒരു വലിയ ഒരു ബാഗിലേക്ക് കട്ട് ചെയ്യാൻ പോവാണ് അഥവാ ഇടാൻ പോവാണ്. ഗെറ്റിംഗ് ആ വലിയൊരു സിംഗിൾ ബാഗിലേക്ക് കട്ട് ചെയ്യാൻ അഥവാ ഇടാൻ പോവാണ്. അങ്ങനെയാണെങ്കിൽ എത്ര റെഡ് ഉണ്ടാവും? 3 + 8 അല്ലെ, എത്രയാണ്? 3 + 8 11 റെഡ് ഉണ്ടാവും അല്ലെ. ഇത് റെഡ് റെഡ് ഇവിടെ വരുമ്പോ 11 റെഡ്. അതേപോലെ ഗ്രീൻ എത്ര ഉണ്ടാവും? 7 + 7 എന്നാണ് 14 ഗ്രീൻ ഉണ്ടാവും. അപ്പൊ ടോട്ടൽ എത്ര? ഇവിടെ 25 ബോൾസ് ആയി. അങ്ങനെയാണെങ്കിൽ വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് എ റെഡ് ബോൾ ഫ്രം ഇറ്റ്? ഇതിൽ നിന്ന് റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി 11/25. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം ഇതിനെ? അല്ലെ, ദ ടോട്ടൽ നമ്പർ ഓഫ് ബോൾ ഇൻ എ ബാഗ് എത്രയാണ് നമുക്ക് വരുന്നത്? അല്ലെ, 25 അല്ലെ, 25 അല്ലേ? അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബോൾ അല്ലെ, എത്ര റെഡ് ബോൾ വരുന്നത്? 11. ഇനി പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര? റെഡ് സിംഗിൾ ബാഗിന്റെ പ്രോബിലിറ്റി എന്ന് പറഞ്ഞാൽ 11/25. ശരിക്കും നമുക്ക് പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് ഫ്രം എ സിംഗിൾ ബാഗ് 11/25 എഴുതിയാൽ മതി. സ്റ്റെപ്പ് എഴുതിയെന്നുള്ളൂ ഇങ്ങനെ. അപ്പൊ നമുക്കറിയാം എന്താണ് അല്ലെ, എത്ര റെഡ് ബോൾ കിട്ടാൻ? 11/25. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, എത്രാമത്തെ ക്വസ്റ്റ്യൻ ആണ്? ഇനി മൂന്നാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് മൂന്നാമത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? ഈ 1 is asked to say 2-digit number. What is the probability of it being a perfect square? ഒരാളോട് എന്ത് പറഞ്ഞു? നമ്മുടെ ഒരു 2-digit നമ്പർ പറയാൻ പറഞ്ഞു.
ഓക്കെ, അങ്ങനെയാണെങ്കിൽ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആകാനുള്ള പ്രോബിലിറ്റി എന്താണ് ചോദിച്ചത്. ഓക്കെ, പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയുമ്പോൾ നമുക്കറിയാം റൂട്ടുകൾ വരുന്ന രീതി വരണം. ഫോർ എക്സാമ്പിൾ ആണെങ്കിൽ നമ്മൾ 4 റൂട്ട് വരുന്നുണ്ട്, റൂട്ട് 4 എന്ന് പറഞ്ഞാൽ 2 ആണ്. പക്ഷെ നമ്മുടെ ക്വസ്റ്റ്യൻ ഇവിടെ 2 ഡിജിറ്റ് നമ്പേഴ്സ് ആണ് വരുന്നത്. അപ്പൊ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് ആരൊക്കെയാണ് നോക്കണം. നമ്മൾ പറഞ്ഞ 2 ഡിജിറ്റ് നമ്പേഴ്സിന്റെ പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറഞ്ഞാൽ അല്ലെ 16 ആണ് സ്റ്റാർട്ടിങ് 2 ഡിജിറ്റില്, പിന്നെ 25 ആണ്, പിന്നെ 36, പിന്നെ 49, പിന്നെ 64, പിന്നെ എന്താണ് 81. ഓക്കെ, അപ്പൊ 16, 25, 36, 49, 64, 81 ഇതാണ് നമ്മളെ പെർഫെക്റ്റ് സ്ക്വയേഴ്സ് വരുന്ന നമ്പേഴ്സ്. അപ്പൊ നമ്മൾ 2 ഡിജിറ്റ് നമ്പേഴ്സ് നിന്നാണ് നമ്മൾ സെലക്ട് ചെയ്യാൻ പറയുന്നത്. അപ്പൊ ടോട്ടൽ എത്ര 2 ഡിജിറ്റ് നമ്പേഴ്സ് വേണം എന്ന് നമ്മൾ കണ്ടെത്തേണ്ടി വരും. കാരണം എന്താ, നമുക്ക് ഇതിൽ നിന്നാണ്, ഇതാണ് നമ്മുടെ സാമ്പിൾ ഔട്ട്കംസ് അഥവാ ഔട്ട്കംസ് കിട്ടിയ ഫേവറബിൾ നമുക്ക് ആവശ്യമുള്ള നമ്പേഴ്സ് കിട്ടിയത്. ഇനി ടോട്ടൽ എത്രയാണ് നമ്മൾ കണ്ടെത്തേണ്ടി വരും. അത് എത്രയാണ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണെന്ന് കൗണ്ട് ചെയ്യേണ്ടി വരും. 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറയുമ്പോൾ 10 മുതൽ തുടങ്ങി 99 വരെയാണ് നമുക്കുള്ളത്. അപ്പൊ നമ്മുടെ അരിത്മെറ്റിക് സീക്വൻസിന്റെ നമ്പർ ഓഫ് ടേംസ് കണക്കുന്ന ഇക്വേഷൻ ഉണ്ടായിരുന്നു, n ഈക്വൽ ടു xn മൈനസ് x1 ഫസ്റ്റ് ലാസ്റ്റ് ടൈം മൈനസ് ഫസ്റ്റ് ടൈം ഡിവൈഡഡ് ബൈ കോമൺ ഡിഫറൻസ് പ്ലസ് 1 എന്ന ഇക്വേഷൻ നമ്മൾ ഉപയോഗിക്കേണ്ടി വരും. കാരണം നമ്പർ ഓഫ് ടേംസ് കണ്ടുപിടിക്കാൻ. ഇവിടെ ലാസ്റ്റ് ടൈം എന്ന് പറയുമ്പോൾ 99 ആണ്, ഫസ്റ്റ് ടൈം എന്ന് പറഞ്ഞാൽ 10, കോമൺ ഡിഫറൻസ് 10 കഴിഞ്ഞാൽ 11 ആണ്, അപ്പൊ കോമൺ ഡിഫറൻസ് 1 പ്ലസ് 1. അപ്പൊ 99 നിന്ന് 10 സബ്ട്രാക്ട് ചെയ്താൽ 89 ഡിവൈഡഡ് ബൈ 1 പ്ലസ് 1. 89 പ്ലസ് 1 എന്ന് പറഞ്ഞാൽ എത്രയായി 90 ആണ്. ഇത്രയും ചെയ്യേണ്ട ആവശ്യമില്ല. 99 മൈനസ് 10 അറിയുമ്പോൾ 89 ആയി, പ്ലസ് 1 ഇവിടെ ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തായി 90 ആയി. അപ്പൊ ഇനി നമുക്ക് പ്രോബിലിറ്റി ബുദ്ധിമുട്ടില്ല. എത്ര ആൾക്കാരുണ്ട് നമുക്ക് കണ്ടെത്തിയിട്ടുണ്ട്. ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 90 ആണ്. എത്ര നമ്മൾക്ക് ആവശ്യമുള്ള പെർഫെക്റ്റ് സ്ക്വയേഴ്സ് എത്ര ഉണ്ട്, 1 2 3 4 5 6. അപ്പൊ 6/90 ആക്കി കൊടുത്താൽ മതി. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം അല്ലെ, ദി ടോട്ടൽ നമ്പർ ഓഫ് 2 ഡിജിറ്റ് നമ്പേഴ്സ് എത്രയാണ് നമുക്കറിയാം 90 ആണ്. ഇനി എത്രയാണ് പെർഫെക്റ്റ് സ്ക്വയർ നമ്പേഴ്സ് 10 to 90 ആണ് 16, 25, 36, 49. എത്ര നമ്പേഴ്സ് ഉണ്ട് 6 ആണ്. അപ്പൊ there are 6 favorable number of probability എന്ന് പറയുമ്പോൾ 6/90. ഇനി 6/90 നമുക്ക് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റും. 6 എങ്ങനെ മാറ്റി എഴുതാം അല്ലെങ്കിൽ 90 നമുക്ക് എങ്ങനെ മാറ്റി എഴുതാം 6 ഡിവൈഡഡ് ബൈ 15 into 6 ആണ് 90. ഇപ്പൊ ക്യാൻസൽ ആയിപ്പോയി 1/15 ആയി മാറി 15 into 6 എന്ന് പറയുമ്പോൾ 90 ആണ്. ഓക്കെ, അപ്പൊ നമുക്ക് അതിനകത്ത് 6ഉം 6ഉം ക്യാൻസൽ ആയി 1/15 ആയി മാറി. ക്ലിയർ ആയല്ലോ. ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫോർത്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫോർത്ത് ക്വസ്റ്റ്യൻ? The number from 1 to 50 are written on a slip paper put in a box. A slip is to be drawn from it. But before doing so, one must make a guess about the number, neither prime number or multiple of 5. Which is a better guess? Why? ഒന്നുമില്ല, നമ്മളെ കയ്യിൽ എന്തുണ്ട്, ഒരു നമ്പർ ഓഫ് സ്ലിപ്പുകൾ ഉണ്ട്. 1 മുതൽ 50 വരെയുള്ള ഒരു സ്ലിപ്പ് കയ്യിലുണ്ട്. ആ സ്ലിപ്പിനെ പുട്ട് ചെയ്തു ഒരു ബോക്സിലേക്ക് എന്ത് ചെയ്തു, ഒരു പുട്ട് ചെയ്തു. ഈ ബോക്സിലേക്ക് ഇപ്പൊ എന്തുണ്ട്, 1 മുതൽ ഇങ്ങനെ കടന്ന് എത്ര 50 നമ്പേഴ്സ് വരെ അതിനകത്ത് കിടക്കുന്നുണ്ട്. ഇനി ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു സ്ലിപ്പ് എടുക്കണം. ഡ്രോൺ ഫ്രം ഇറ്റ്, ഇതിൽ നിന്ന് എന്ത് ചെയ്യണം, ഒരു സ്ലിപ്പ് എടുക്കണം. ഈ സ്ലിപ്പ് എടുക്കുമ്പോ നമ്മൾ ഒന്നില്ലെങ്കിൽ പ്രൈം നമ്പർ ആകണം, അല്ലെങ്കിൽ മൾട്ടിപ്പിൾ ഓഫ് 5 ആകണം. അപ്പൊ പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് നമുക്കൊന്ന് കൗണ്ട് ചെയ്യേണ്ടി വരും. ആര് മുതൽ, ഈ 1 മുതൽ 50 വരെയുള്ള പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് പ്രൈം നമ്പേഴ്സ് വരുന്നത്. പ്രൈം നമ്പേഴ്സ് ആരൊക്കെയാണ് 2 ഒരു പ്രൈം നമ്പർ ആണ്, 3 ഒരു പ്രൈം നമ്പർ ആണ്, 5 ഒരു പ്രൈം നമ്പർ ആണ്, 7 ഒരു പ്രൈം നമ്പർ ആണ്, 11, 13, 17, 19, 23, പിന്നെ 23 29, 31, 37, പിന്നെ 41, 43, 47. അപ്പൊ ഇതിന്റെ എന്ത് കണ്ടുപിടിക്കാൻ മതി, ഇതിന്റെ ആര് കണ്ടുപിടിക്കുക, നമ്മളെ പ്രോബിലിറ്റി കണ്ടുപിടിക്കുക. ഇനി അതേപോലെ മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞു. അപ്പൊ മൾട്ടിപ്പിൾ ഓഫ് 5, മൾട്ടിപ്പിൾ ഓഫ് 5 ആണ് 5ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ എടുത്ത് എഴുതാം 5 ഉണ്ട്, 10 ഉണ്ട്, 15 ഉണ്ട്,
20 ഉണ്ട്, 25 ഉണ്ട്, 30 ഉണ്ട്, 35 ഉണ്ട്, 40 ഉണ്ട്, 45 ഉണ്ട്, 50 ഉണ്ട്. ഇതിന്റെയും പ്രോബിലിറ്റി കാണുക. ഇതിൽ ഏറ്റവും ലാർജ് ആരാ നോക്കുക, അവരാണ് ഇതിന്റെ അല്ലെ ഗസ് അഥവാ കൂടുതൽ എടുക്കാനുള്ള അഥവാ സെലക്ട് ചെയ്യാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. അപ്പൊ ഓരോന്നിന്റെയും ഇതിന്റെ പ്രോബിലിറ്റി കാണുക, ഇതിന്റെ പ്രോബിലിറ്റി കാണുക. ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എത്ര നമ്പേഴ്സ് ഉണ്ട്? 1 2 3 4 5 6 7 8 9 10 11 12 13 14 15. അപ്പൊ 15 ഇവിടെ ടോട്ടൽ നമുക്ക് 50 ആണ്. ഇനി ഇതേപോലെ ഇതിന്റെ എന്ത് ചെയ്യും? 1 2 3 4 5 6 7 8 9 10 ആണ് ഇതിനകത്ത്. പിന്നെ അപ്പൊ 10/15 ടോട്ടൽ പറഞ്ഞാൽ 50 ആണ്. ഇതിൽ ആരാ ലാർജ് നോക്കുക. 15 ഡിവൈഡഡ് ബൈ 50 ആണോ 10/15 ആണോ? ഇതിൽ ആരാ ലാർജ് എന്ന് നോക്കുക. ഇവിടെ നോക്കുക, ലാർജ് വാല്യൂ 15 ഡിവൈഡഡ് ബൈ അല്ലെ 50 അല്ലേ, ഡിനോമിനേറ്റർ സെയിം ആണ്, ന്യൂമറേറ്റർ ലാർജ് ആകുന്നതാണ്. അവിടെ ലാർജ് വാല്യൂ നമ്മള് 9th സ്റ്റാൻഡേർഡിൽ പഠിച്ചിട്ടുണ്ട്. അപ്പൊ ആരാ ലാർജ് വാല്യൂ? ഇതാണ്. അപ്പൊ ഇതാണ് നമുക്ക് ഗസ് കൂടുതൽ എടുക്കാനുള്ള ചാൻസ് എന്ന് പറയുന്നത്. ഇവിടെ ഏറ്റവും കൂടുതൽ എടുക്കാനുള്ള ചാൻസ് കൂടുതൽ ആൾക്കാരുണ്ടെങ്കിൽ നമുക്ക് ലോട്ടിന്ന് എടുക്കുമ്പോൾ കിട്ടുള്ളൂ. അപ്പൊ അതുകൊണ്ടാണ് നമ്പർ ഓഫ് ചാൻസ് ഏറ്റവും കൂടുതൽ ആരാണ്? ഈ 15/50 ആണ് കൂടുതൽ. അപ്പൊ ഇതൊന്ന് നമുക്ക് എഴുതിയാലോ. അപ്പൊ താഴെ എഴുതുക, the probability of getting prime numbers from 1 to 50 എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്ക് അല്ലെ? 15 ഡിവൈഡഡ് ബൈ എന്താണ് 50 ആണ്. അപ്പൊ തൊട്ട് മുകളിൽ ഈ പ്രൈം നമ്പേഴ്സ് ഒക്കെ എഴുതി വെക്കണേ. പ്രൈം നമ്പേഴ്സ് 2 3 5 എക്സെട്ര 47 മൾട്ടിപ്പിൾ ഓഫ് 5 എന്ന് പറഞ്ഞു. ഇനി 15 വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം, അല്ലെങ്കിൽ അവിടെ നിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. അടുത്തത് എന്താണ്? പ്രോബിലിറ്റി ഓഫ് മൾട്ടിപ്പിൾ ഓഫ് 5 ഫ്രം 1 to 50. എത്രയാണ് പ്രോബിലിറ്റി? 10/, എത്രയാണ്? 50 ആണ്. ഇനി അടുത്ത അപ്പൊ ഇതിൽ ആരാ ലാർജ് വാല്യൂ നമ്മൾ കണ്ടെത്തി? ആരാണ് അല്ലെ? 15 ആണ് നമുക്ക് ബൈ 50 ഗ്രേറ്റർ ദാൻ 10/50 ആണ്. അപ്പൊ അതുകൊണ്ട് ലാർജ് വാല്യൂ ആരാണ്? ഇതാണ്. അപ്പൊ കൂടുതൽ ചാൻസ് പ്രൈം നമ്പർ ആണ് കിട്ടാനുള്ളത്. ബെറ്റർ ഗസ് വുഡ് ബി ദി പ്രൈം നമ്പർ ആസ് ദി പ്രോബിലിറ്റി ഓഫ് ദാറ്റ് ഈസ് മോർ. അപ്പൊ ഇത് ഏറ്റവും കൂടുതൽ ചാൻസ് നമുക്ക് പ്രൈം നമ്പർ കിട്ടാനാണ് ഏറ്റവും കൂടുതൽ നമുക്ക് ചാൻസ് ഉള്ളത്. ക്ലിയർ ആയല്ലോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഫിഫ്ത് ക്വസ്റ്റ്യൻ. എന്താണ് ഫിഫ്ത് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്? എ ബാഗ് കണ്ടെയ്നിങ് 3 red beads and 7 green beads. Another containing 1 red and 1 green more. The probability of getting red from which bag is more? അപ്പൊ 2 ബാഗ് ഉണ്ട് ഇവിടെ അല്ലെ? ആ 2 ബാഗിൽ നിന്നും ആരെടുക്കുന്നുണ്ട്? നമ്മള് ഒരു റെഡ് ബോൾ സെലക്ട് ചെയ്യുന്നുണ്ട്. ആ റെഡ് ബോളിൽ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള ബാഗ് ഏതാണെന്നാണ് ചോദ്യം. നേരത്തെ പറഞ്ഞ ഏറ്റവും ഗ്രേറ്റർ വാല്യൂ വരുന്ന പ്രോബിലിറ്റി വരുന്ന ആളാണ്, അവരാണ് ആര് വരുന്നത്? കൂടുതൽ ചാൻസ് എന്ന് നമ്മൾ പറയുന്നത് അല്ലെ? അപ്പൊ ഇതിനകത്ത് നമുക്ക് എന്തുണ്ട് അല്ലെ? ക്വസ്റ്റ്യൻ പറഞ്ഞതുപോലെ ആദ്യം എന്ത് ചെയ്തു? നമ്മള് ഒരു ബാഗ് കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. എന്താണ്? 3 റെഡ്, അതേപോലെ 7 ഗ്രീൻ. അനദർ ബാഗ് കണ്ടെയ്നിങ്, ഇവിടെ ഒരു കണ്ടീഷൻ പറയുന്നുണ്ട്. അനദർ ബാഗിൽ 1 റെഡ് ആൻഡ് 1 ഗ്രീൻ മോർ. ഒന്ന് കൂടുതലാണ് ആദ്യത്തെ ബാഗിനേക്കാൾ. അപ്പൊ ഇവിടെ എത്ര റെഡ് ഉണ്ട് അല്ലെ? 3 റെഡ് ആണ്. അതിന് ഒന്ന് കൂടുതലാണ് പറയുമ്പോ അല്ലെ 3 + 1 4 റെഡ് ഇവിടെ കൂടുതൽ. അതേപോലെ ഗ്രീൻ കൂടുതലാണെന്ന് പറഞ്ഞു. ഗ്രീൻ ഇവിടെ എത്രയാണ് അല്ലെ? 7 കൂടി 1 ആഡ് ചെയ്താൽ 8 ഗ്രീൻ ആണ് വന്നത്. ഇവിടെ ടോട്ടൽ 10, ഇവിടെ എത്ര 12 ആണ് വന്നത്. റെഡി ആണല്ലോ? അപ്പൊ ഇതിന് നമ്മൾ പ്രോബിലിറ്റി ആണ് കാണേണ്ടത് അല്ലെ? അപ്പൊ ഒന്നാമത്തിന്റെ പ്രോബിലിറ്റി റെഡ് ബോൾ കിട്ടാനുള്ള പ്രോബിലിറ്റി നമുക്ക് ജസ്റ്റ് വേണമെങ്കിൽ എഴുതാം 3/10. ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ 4/12. ഇതിൽ ആരാ ലാർജർ നോക്കിയാൽ മതി. പക്ഷെ ഇവിടെ ഒരു പ്രശ്നമുണ്ട് അല്ലെ? ഡിനോമിനേറ്റർ എന്തല്ല? സെയിം അല്ല അല്ലെ? അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? സെയിം ആക്കി വേണ്ടി വരും. പക്ഷെ അത് അങ്ങനെ ആക്കാൻ പറ്റുമോ നോക്കാം. ഇല്ലല്ലോ, 10ഉം 12 ആണ്. അപ്പൊ ഒന്ന് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും അല്ലെ? അപ്പൊ എന്ത് ചെയ്യാം? ഇതിൽ ആരാ ലാർജ്? ഇതിനൊന്ന് സിംപ്ലിഫൈ ചെയ്യാൻ പറ്റുമോ നോക്കാം. 4നെ എങ്ങനെ മാറ്റി ചെയ്താ? 4 × 3 ആക്കാം. ദാറ്റ് ഈസ് 4 അല്ലെ 1/3 ആയി. അപ്പൊ എന്തായി? 3/10ഉം 1/3 തമ്മിൽ കമ്പയർ ചെയ്താൽ മതി. നമുക്കറിയാം 1/3 എന്ന് പറയുമ്പോൾ വാല്യൂ നമ്മൾ 9ാം ക്ലാസ്സിൽ പഠിച്ചിരിക്കുന്നത് 333 ആണ്. 3/10 എന്ന് പറഞ്ഞാൽ 0.3 ആണ്. അപ്പൊ ലാർജ് വാല്യൂ ആരാണ്? 0.333 ആണ് വരുന്നത്. അപ്പൊ ഇതൊന്ന് എഴുതിയാലോ? കിട്ടിയെന്ന് തോന്നുന്നു. ക്വസ്റ്റ്യൻ ഒന്നുകൂടിയും പറയാം. ഒരു ബാഗ് കണ്ടെയ്നിങ് 3 റെഡ് ആൻഡ് 7 ഗ്രീൻ. അനദർ ബാഗ് കണ്ടെയ്നിങ് 1 റെഡ്
1 green more. ഈ ബാഗിനേക്കാൾ ഒന്ന് കൂടുതലാണ്. ഇപ്പൊ 3 റെഡിന് ഒന്നേക്കാൾ കൂടുതലാണ് 4. 7നേക്കാൾ കൂടുതൽ അറിയുമ്പോൾ 8. അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റി റെഡ് പ്രോബിലിറ്റി കണ്ടെത്തി എത്രയാണ് 3/10. ഇതിന്റെ പ്രോബിലിറ്റി 4/12. അത് സിംപ്ലിഫൈ ചെയ്തപ്പോൾ 1/3. ഇനി 3/10 എഴുതി 1/3 എഴുതി. 3/10 നമുക്ക് 0.3 ആകാം. 1/3നെ 0.33. അപ്പൊ ലാർജ് വാല്യൂ 0.33 ആണെന്ന് കിട്ടി. ഒന്ന് നോട്ട്ബുക്കിലേക്ക് എങ്ങനെ എഴുതാം? ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ ദ ഫസ്റ്റ് ബാഗ് എന്ന് പറഞ്ഞാൽ എത്രയാണ്? 10. ഇനി അടുത്ത എന്താണ്? ദ നമ്പർ ഓഫ് റെഡ് ഇൻ അല്ലെ ഫസ്റ്റ് ബാഗ്. റെഡ് എത്ര ഉണ്ട്? 3 ആണ്. ഇനി അതിന്റെ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബാഗ് എന്ന് പറയാം 3/10. വേണമെങ്കിൽ എന്ത് ചെയ്തു? 0.3 എഴുതി. അടുത്തത് ദ ടോട്ടൽ നമ്പർ ഓഫ് ബീഡ്സ് ഇൻ എ സെക്കൻഡ് ബാഗ്. എത്ര സെക്കൻഡ് ബാഗില്? ടോട്ടല് 12. ഇനി ടോട്ടൽ നമ്പർ ഓഫ് റെഡ് ബീഡ്സ് ഇൻ എ സെക്കൻഡ് ബാഗ്. ബീഡ്സ് എന്ന് പറയുമ്പോൾ മുത്തുകളാണ്. സെക്കൻഡ് ബാഗിൽ എത്ര റെഡ് ഉണ്ട്? 4 അല്ലെ. അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താവും? 4/12. 4/12 എന്ന് പറയുമ്പോൾ 4/4 into 3 equal to 1/3 എന്ന് പറഞ്ഞാൽ 0.3333 എക്സെട്ര. അപ്പൊ ലാർജ് വാല്യൂ ആരാ വന്നത്? നമുക്ക് വരുന്നത് സെക്കൻഡ് ബാഗിലാണ്. ദ പ്രോബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് ബീഡ്സ് ഇൻ മോർ ഫ്രം ദി സെക്കൻഡ് ബാഗ് എന്ന് പറയാൻ പറ്റി അല്ലെ. അപ്പൊ കൂടുതൽ നമുക്ക് ചാൻസ് എന്ന് പറയുന്നത് സെക്കൻഡ് ബാഗിൽ നിന്നാണ് സെലക്ട് ചെയ്യാൻ പറ്റിയത്. ക്ലിയർ ആയല്ലോ? ഇനി നമ്മൾ അടുത്ത സെക്ഷനിലേക്ക് പോവാണ്. അടുത്തെന്താണ്? ജോമെട്രിക്കൽ പ്രോബിലിറ്റി. എക്സാമിന് ചോദിക്കാറുണ്ട്. വെരി സിമ്പിൾ ആണ്. നമ്മൾ ജോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ നമ്മള് എപ്പോഴും നമ്മളെ ഒരു പൂരത്തിനൊക്കെ പോകുമ്പോഴും എക്സിബിഷനൊക്കെ പോകുമ്പോഴും മറ്റേ അല്ലെ പുറത്തുള്ള ടെന്റിട്ട് അല്ല സർക്കസിനൊക്കെ പോകുമ്പോഴും കാണാറുണ്ട്. ഒരു അല്ലെ ഇങ്ങനത്തെ ഒരു റൗണ്ടില് അല്ലെങ്കിൽ അല്ലെ കാസിനോവയിലൊക്കെ പോകുമ്പോൾ ചൂതാട്ടം കാണാറുണ്ട് അല്ലെ. അവിടെ നമ്മള് ഒരു കളറിൽ കൊണ്ടുപോയി വെക്കുക, അതിൽ എത്രത്തോളം കിട്ടും എന്ന ചാൻസ് നമ്മൾ പറയാൻ പറ്റും. ചിലർ 28 അങ്ങനെ പറയും. അതേപോലെ നമ്മൾ അമ്പ് ചെയ്യുമ്പോഴും അല്ലെ ആ സെന്ററിലേക്ക് ഒളിക്കുന്നതിന് ചാൻസ് ആണ്. അത്രയും എക്സ്പേർട്ടുകൾ മാത്രമേ അതിനകത്ത് സെന്ററിലേക്ക് പോകുമ്പോൾ 10 പോയിന്റ് കിട്ടാറുള്ളൂ. അപ്പൊ അതൊക്കെ നമുക്ക് എന്ത് പറയാം? ജോമെട്രിക്കൽ പ്രോബിലിറ്റി എക്സാമ്പിൾ. ഇതാണ് നമ്മൾ ചൂതാട്ടത്തിൽ ഉപയോഗിക്കുന്ന ആ ഡൈസ് കാര്യങ്ങളൊക്കെ വരുന്ന ബോക്സ് 21 ഇങ്ങനെ പോയിന്റ്സുകളൊക്കെ ഉള്ളത്. ഇനി നമുക്ക് ഇവിടെ വേണ്ടത് ജോമെട്രിക്കൽ പ്രോഗ്രഷൻസിന്റെ അകത്ത് നമ്മൾ ചൂതാട്ടത്തിൽ കളിക്കുന്ന രീതിയാണ് ഒന്ന് അല്ലെ. ഇത് നമ്മൾ ഡൈസ് എന്ന് പറയും. മറ്റേ കോയിൻസ് നമ്മള് അതാണ് ഈ കോയിൻസ് ഇതിലേക്ക് ആ ബോളിലേക്ക് അല്ലെങ്കിൽ അവിടെ വെക്കുക, ബോൾ ഉരുട്ടുക. ആ ബോൾ എവിടെ നമ്പറിൽ നിന്ന് കഴിഞ്ഞാൽ നമുക്കത് പ്രൈസ് അടിച്ചു എന്നൊക്കെ പറയുന്ന രീതിയാണ് നമ്മൾ. ഇതൊക്കെ അത് എന്താക്കാണ്? ചാൻസുകളാണ് അവിടെ ഉള്ളത്. അതൊക്കെ നമുക്ക് വേണമെങ്കിൽ ജോമെട്രിക്കൽ പ്രോബിലിറ്റിയിലേക്ക് കൊണ്ടുവരാം. അപ്പൊ ഇനി ജോമെട്രിക്കൽ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ അതിന്റെ ഇക്വേഷൻ പറയുന്നത് the probability of shaded region equal to area of the shaded region divided by the area of a total shape. ഇതാണ് നമ്മുടെ ജോമെട്രിക്കൽ പ്രോബിലിറ്റി അല്ലെങ്കിൽ ആ ഷേപ്പിന്റെ പറ്റിയിട്ടുള്ള ഒരു ഷെയ്ഡഡ് റീജിയന്റെ പ്രോബിലിറ്റി എന്ന് പറയുന്നത്. എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് എ ഷെയ്ഡഡ് റീജിയൻ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ടോട്ടൽ ഷേപ്പ്. ഇതുമായി ബന്ധപ്പെട്ട ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്ത് നോക്കാം. എന്താണ് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ പറയുന്നത്? ദ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ is the figure is 14 centimeter. ഇവിടെ റെക്ടാങ്കിൾ തന്നിട്ടുണ്ട്. ആ റെക്ടാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 14 ആണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് ദി ഏരിയ ഓഫ് ദി ഷെയ്ഡഡ് ട്രയാങ്കിൾ? ഈ ഷെയ്ഡഡ് ട്രയാങ്കിളിന്റെ ഏരിയ. വാട്ട് ഈസ് ദി പ്രോബിലിറ്റി ഓഫ് പുട്ടിംഗ് എ ഡോട്ട് വിത്തൗട്ട് ലുക്കിംഗ് വിത്ത് ദി ട്രയാങ്കിൾ? അല്ലെ, നമ്മള് സുന്ദരിക്ക് ഒരു പൊട്ട് തൊടുക എന്ന് നമ്മൾ കളിക്കാറുണ്ട്, ഓണത്തിനൊക്കെ കളിക്കാറുണ്ട്. അതേപോലെ തന്നെയാണ് ഇതിൽ ഈ എന്താണ് ഈ ഷെയ്ഡഡ് റീജിയനിലേക്ക് ഒരു ഡോട്ട് ഇടാനുള്ള പ്രോബിലിറ്റി എത്രയാണ്? നമുക്കറിയാം, 9ാം ക്ലാസ്സിൽ നമ്മൾ 1ാം ചാപ്റ്റർ ആയ ഏരിയയിൽ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട് ഇതിന്റെ ഏരിയ എത്രയായിരിക്കും എന്ന് അല്ലെ. എന്തായിരുന്നു? ഈ സെൻട്രൽ ആയതുകൊണ്ട് ഇതിന്റെ പ്രോബിലിറ്റി അല്ലെങ്കിൽ ഏരിയ, ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ എന്താണ്? ഏരിയ ഓഫ് എ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഈക്വൽ ടു എന്താ? 1/2 ഇൻറ്റു ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലെ. സോറി, ഏരിയ ഓഫ് എ ഷെയ്ഡഡ് ട്രയാങ്കിൾ ഈക്വൽ ടു 1/2 ഇൻറ്റു ഏരിയ ഓഫ് ദി റെക്ടാങ്കിൾ. ഈ റെക്ടാങ്കിളിന്റെ ഏരിയയുടെ ഹാഫ് ആയിരിക്കും ഈ ട്രയാങ്കിളിന്റെ ഏരിയ ആയിട്ട് വരുന്നത്. അപ്പൊ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടെത്താൻ എന്ത് ചെയ്യുക? 1/2 ഇൻറ്റു റെക്ടാങ്കിളിന്റെ ഏരിയ നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 14. അപ്പൊ 14/2 എന്ന് പറഞ്ഞാൽ എത്രയായി? 7 സെന്റിമീറ്റർ സ്ക്വയർ ആണ് ആര് വരുന്നത്? ഏരിയ ഓഫ് എ ട്രയാങ്കിൾ അല്ലെ. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ് ഷെയ്ഡഡ് റീജിയന്റെ ഇതാണെങ്കിൽ നമുക്ക് ഇല്ല പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ എന്താണ്? ഈ ട്രയാങ്കിളിന്റെ ഏരിയ എത്രയാണെന്ന് നോക്കുക. എത്രയാണ് ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയാണ്? 7 ആണ്. അപ്പൊ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ എന്താണ്?
ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. അതാണ് ഒന്നാണ് അല്ലെ, ആവശ്യമുള്ള ഭാഗത്തിന്റെ ഏരിയ ഡിവൈഡ് ബൈ ഹോൾ ഷേപ്പിന്റെ ഏരിയ എന്ന് പറഞ്ഞ ഇക്വേഷൻ വരുമ്പോൾ ഏരിയ ഓഫ് എ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ റെക്റ്റാങ്കിൾ. 7 ഏരിയ ഓഫ് എ ട്രയാങ്കിൾ 7 ആണ്. ഹോൾ അല്ലെ അല്ലെങ്കിൽ റെക്റ്റാങ്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 14 ആണ്. അപ്പൊ ഡിവിഷൻ നടത്തി കഴിഞ്ഞാൽ 1/2 ആണ് ആര് വരുന്നത്, നമ്മളെ ഈ ഡോട്ട് ഇടാനുള്ള അതായത് ഷെയ്ഡഡ് ഭാഗത്ത് ഡോട്ട് ഇടാനുള്ള പ്രോബിലിറ്റി. ക്ലിയർ ആയല്ലോ? ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റീസ് ചെയ്യാം. പേജ് നമ്പർ 72 to 73. അപ്പൊ പേജ് നമ്പർ 72 to 73 ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഫസ്റ്റ് ക്വസ്റ്റ്യൻ പറഞ്ഞിട്ടുള്ളത്, ഇൻ ഈച്ച് പിക്ചർ ബിലോ the explain of the green path is given. Calculate in each probability of a dot put without looking with the green path. First one, a square dot by join the midpoint of the bigger square. അപ്പൊ ഇതിന്റെ പ്രോബിലിറ്റി ആണ്, ഈ ഗ്രീൻ പാർട്ടിൽ ഡോട്ട് ഇടാനുള്ള പ്രോബിലിറ്റി ആണ് നമ്മൾ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ ലാർജ് സ്ക്വയർ ഇതാണ്. നമുക്ക് പ്രോബിലിറ്റി അറിയാം. എന്താണ് പ്രോബിലിറ്റി? ഈക്വൽ ടു ഏരിയ ഓഫ് എ സ്മാൾ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ. നമുക്ക് ഇവിടെ അറിയാം അല്ലെ, ഈ ഏരിയ ഓഫ് എ സ്മാൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഏരിയ ഓഫ് എ അല്ലെ ലാർജ് സ്ക്വയർ ആക്കിക്കൂടെ, ലാർജ് സ്ക്വയർ. കാരണം എന്താ, ഇതിന്റെ മിഡ് പോയിന്റിൽ കൂടിയാണ് ആര് വരച്ചിട്ടുള്ളത്, സ്മോൾ സ്ക്വയർ വരച്ചത്. അപ്പൊ അതിന് നേർ ഹാഫ് ആയിരിക്കും എന്ന് അറിയാം. അപ്പൊ ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ. അപ്പൊ ലാർജ് സ്ക്വയർ വെട്ടിപ്പോയി, ബാക്കി ആരേ ഉള്ളൂ, 1/2 ഉള്ളൂ. അപ്പൊ അങ്ങനെ നമുക്ക് എഴുതാം. അപ്പൊ ഒന്നവിടെ ചെയ്തതിന് ഈ സ്മോൾ അല്ലെ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ലാർജ് സ്ക്വയറിന് ഹാഫ് ആയിരിക്കും. അത് നമ്മൾ ലോജിക്കലി പറയുന്നതാണ്. അപ്പൊ 1/2 ഇൻറ്റു ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ ലാർജ് സ്ക്വയർ. ഈ ലാർജ് സ്ക്വയറും ക്യാൻസൽ ആയി, ബാക്കി എന്ത് കിട്ടി, 1/2 കിട്ടി. ക്ലിയർ ആയല്ലോ? ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്താ? സെക്കൻഡ് ക്വസ്റ്റ്യൻ പറഞ്ഞേ, എ സ്ക്വയർ വിത്ത് ആൾ വെർട്ടെക്സ് ഓൺ എ സർക്കിൾ അല്ലെ. അപ്പൊ ഇതിന്റെ അകത്ത് എന്ത് കണ്ടുപിടിക്കാനാ പറഞ്ഞത്? നമുക്ക് ഇക്വേഷൻ അറിയാം. എന്താണ് ഇക്വേഷൻ? നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ, ഏരിയ ഓഫ് എ സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സർക്കിൾ. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയിരിക്കുന്നത് എന്താണ്, ഈ സ്ക്വയറിന്റെ അല്ലെ അല്ലെങ്കിൽ ഈ സ്ക്വയറിന്റെ ഒരു സൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ആണ്. അപ്പൊ ഇതിനെങ്ങനെ ഡയഗണൽ ആക്കി വരച്ചു കഴിഞ്ഞാൽ ഇതാണ് ഇതിന്റെ ആര് വരുന്നത്, അല്ലെ ഡയമീറ്റർ ആയിട്ട് വരുന്നത് അല്ലെ. അപ്പൊ ഇവിടെ തന്നെ സർക്കിളിന്റെ ഒരു മിഡ് പോയിന്റ് എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒറിജിൻ എന്ന് വിചാരിക്കുക. സർക്കിളിന്റെ ഒറിജിൻ അല്ലെ, ഈ സർക്കിളിന്റെ ഒറിജിനും ഈ എന്താണ് അല്ലെ സ്ക്വയറിന്റെ മിഡ് രണ്ട് ഡയഗണൽസ് മീറ്റ് ചെയ്യുന്ന ഭാഗം. അപ്പൊ ഇതിന്റെ ലെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടാം, ഡയമീറ്റർ കിട്ടും. മൊത്തം ലെങ്ത് ഡയമീറ്റർ ആണ്, അതിന്റെ റേഡിയസ് കിട്ടണം. ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറയുമ്പോൾ ഇതിന്റെ റേഡിയസ് നമ്മൾ കണ്ടെത്തിയാൽ മാത്രമേ നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ പറയാൻ പറ്റുള്ളൂ. നമുക്ക് സ്ക്വയറിന്റെ എന്ത് പറയാൻ പറ്റുമെന്ന് നോക്കാം അല്ലെ. സ്ക്വയറിന്റെ നമുക്ക് എന്തെങ്കിലും മാർഗം ഉണ്ടോ എന്ന് നോക്കുക, ഡയഗണലുമായിട്ട് എന്തെങ്കിലും കണക്ഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക. അപ്പൊ നമുക്ക് ഇവിടെ അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ഡയമീറ്ററും അതേ അല്ലെ, ഇത് ഞാൻ ഡി എന്ന് കൊടുത്തു, ഡയമീറ്ററിന് ഡി എന്ന് കൊടുത്തു. ഇത് ആരുമായിട്ടാണ്, റേഡിയസ് അല്ലെ സർക്കിളിന്റെ ഡയമീറ്ററുമായിട്ടാണ്. ഈ സ്ക്വയറിന്റെ ആരായിട്ടാണ്, ഡയഗണലുമാണ്, അതേപോലെ ഈ സർക്കിളിന്റെ ഡയമീറ്ററും കൂടിയാണ്. അപ്പൊ നമുക്ക് ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് എ സ്ക്വയർ 1/2 ഇൻറ്റു ഡി സ്ക്വയർ. ഇങ്ങനെ ഒരു ഇക്വേഷൻ കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് 8ാം ക്ലാസ്സിൽ. ഓക്കെ, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ 1/2 ഇൻറ്റു ഡി സ്ക്വയർ അല്ലെ. നമുക്ക് ആര് തരാതെ, സൈഡ് തരാതെ ഡയഗണൽ ലെങ്ത് തന്നിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ഇക്വേഷൻ ഉണ്ടായിരുന്നു 1/2 ഇൻറ്റു ഡി സ്ക്വയർ. ഇനി അതേപോലെ നമുക്ക് ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ നമുക്കറിയാം πr സ്ക്വയർ ആണ്. ഇവിടെ ആറിന്റെ സ്ഥാനത്ത് ഇവിടെ ആരാണ്, പൈ. ആറിന്റെ സ്ഥാനത്ത് ഡി ആണ്. അപ്പൊ d/2 ഹോൾ സ്ക്വയർ ഈക്വൽ ടു പൈ ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4 ആയി അല്ലെ. 2 സ്ക്വയർ 4. അത് നേരെ ഡിവിഷൻ നടത്തിയാൽ പോരെ നമുക്ക്. അപ്പൊ എങ്ങനെ എഴുതാം, ഏരിയ ഓഫ് എ സ്ക്വയർ ഈക്വൽ ടു, സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ്, 1/2 ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറയുമ്പോൾ പൈ ഇൻറ്റു ഡി സ്ക്വയർ ഡിവൈഡഡ് ബൈ 4. ഇവിടെ ആരൊക്കെ ക്യാൻസൽ ആവും അല്ലെ, ഡി സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പൊ ബാക്കി 1/2 ഇൻറ്റു π/4 ആയി. നമ്മൾ പഠിച്ചിട്ടുണ്ട് a/b ഡിവൈഡഡ് ബൈ c/d ആണെങ്കിൽ a/b ഇൻറ്റു d/c ആണ്. അപ്പൊ എങ്ങനെ എഴുതി, 1/2 ഇൻറ്റു 4/π. ഈ 4ഉം ഈ 2ഉം ക്യാൻസൽ ആയി. ഇപ്പൊ 2/π ആണ് ഇതിന്റെ ആര് വന്നത് അല്ലെ, പ്രോബിലിറ്റി ആയി വന്നത്. ഒന്നുമില്ല, നമ്മളിവിടെ ഡയഗണൽ വരച്ചു. ഈ ഡയഗണലിൽ സർക്കിളിന്റെ ഡയമീറ്ററും ആണ് ഈ
സ്ക്വയറിന്റെ ഡയഗണലുമാണ്. അപ്പൊ ഡയഗണൽ കാണാനുള്ള ഇക്വേഷൻ, ഡയഗണൽ തന്നിട്ടുണ്ടെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ 1/2 d സ്ക്വയർ ആണ്. നമ്മൾ 8th സ്റ്റാൻഡേർഡിൽ പഠിച്ചതാണ്. ഈ സർക്കിളിന്റെ ഏരിയ എന്ന് പറഞ്ഞാൽ പൈ ആർ സ്ക്വയർ ആണ്. പൈ ഇൻറ്റു ആർ എന്ന് പറഞ്ഞാൽ ഡി ആണ്. അപ്പൊ d/2 അല്ലെ, ഡയഗണൽ ആണ് അല്ലെങ്കിൽ ഡയമീറ്റർ ആണ്. അപ്പൊ അതിന്റെ ഹാഫ് എടുക്കണം. അപ്പൊ d/2 ഹോൾ സ്ക്വയർ. അപ്പൊ d/2 ഹോൾ സ്ക്വയർ d²/4. ഈ d സ്ക്വയറും ക്യാൻസൽ ആയി. അപ്പൊ 1/2 ഡിവൈഡഡ് ബൈ π/4. റിസൾട്ട് a/b ബൈ c/d എന്ന് പറഞ്ഞാൽ a/b ഇൻറ്റു എന്താണ് d/c ആണ്. അത് വെച്ചിട്ട് എന്ത് ചെയ്തു, ഈ 4ഉം 2ഉം ക്യാൻസൽ ആയി 2/π എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, the circle exactly fitting the inside a square. അപ്പൊ ഇക്വേഷൻ പറഞ്ഞാൽ എന്ത് ഇക്വേഷൻ വരും, ഇൻസൈഡ് സർക്കിൾ ആണ്. അപ്പൊ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഇതിന്റെ ഏരിയ ഡിവിഷൻ നടത്തണം. അപ്പൊ പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ ഏരിയ ഓഫ് എ സർക്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സ്ക്വയർ. അപ്പൊ ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. ഇവിടെ മറ്റത് അകത്താണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടില്ല, പുറത്താകുമ്പോൾ ഒരു ചെറിയൊരു ബുദ്ധിമുട്ട്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഈ സൈഡ്, ഈ സ്ക്വയറിന്റെ ഒരു സൈഡിനെ എന്താക്കി എടുത്തു, ഞാൻ എ ആക്കി എടുത്തു. അപ്പൊ സൈഡ് അല്ലെ, സ്ക്വയറിന്റെ കേസ് മാത്രം ആദ്യം ചർച്ച ചെയ്യുന്നത് സ്ക്വയർ. അപ്പൊ സൈഡ് ഈക്വൽ ടു എ. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോ എങ്ങനെ നീട്ടി ഇങ്ങനെ വരച്ചെന്ന് വിചാരിക്കാം അല്ലെ. ഇങ്ങനെ കടത്തി ഇങ്ങനെ 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 കടത്തി വെട്ടുകയാണെങ്കിൽ ഇത് ഡയമീറ്റർ എന്തായി മാറിയപ്പോ ഈ സ്ക്വയറിന്റെ സൈഡായി മാറി. അപ്പൊ ഡയമീറ്റർ എന്ന് പറയുമ്പോ ആര് മാറ്റി, ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ അല്ലെ സൈഡ് ഓഫ് എ ആരാണ്, സ്ക്വയർ ആണ്. അപ്പൊ അതിന്റെ സ്ക്വയർ എന്ന് ഡയമീറ്റർ എന്ന് പറയുമ്പോൾ സൈഡ് ഓഫ് എ എന്താണ്, സ്ക്വയർ ആയി വരുന്നു. അപ്പൊ അതിന്റെ റേഡിയസ് എന്ന് പറയുമ്പോൾ a/2 ആവും. ഇവിടെയും എന്താവും, a/2 ആവും. അപ്പൊ റേഡിയസ് ആരായി മാറി, റേഡിയസ് ഈക്വൽ ടു a/2. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്താൽ പോരെ. അപ്പൊ ഏരിയ ഓഫ് എ സർക്കിൾ ഈക്വൽ ടു എന്തായി, പൈ ഇൻറ്റു ആർ സ്ക്വയർ. ആർ എന്ന് പറഞ്ഞ ഇവിടെ എന്താണ്, a/2 ഹോൾ സ്ക്വയർ. a ഇൻറ്റു a²/4. ഇനി അടുത്ത എന്താണ്, ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ എന്താണ് അല്ലെ, a സ്ക്വയർ. ഇനി നേരെ ഇക്വേഷനിലേക്ക് അപ്ലൈ ചെയ്യാം. എന്താവും, ഈക്വൽ ടു ഏരിയ ഓഫ് എ സ്ക്വയർ എന്ന് പറഞ്ഞാൽ പൈ ഇൻറ്റു അല്ലെ a²/4 a²/4 ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ സ്ക്വയർ എന്നാണ് a സ്ക്വയർ. അപ്പൊ ഈ a സ്ക്വയറും ഈ a സ്ക്വയറും ഒന്ന് ക്യാൻസൽ ആയി. ബാക്കി ആരുള്ളൂ, π/4 ആണ് ഇതിന്റെ പ്രോബിലിറ്റി. ഒന്നും ചെയ്തിട്ടില്ല, സിമ്പിൾ ആണ്. ആകെ ചെയ്തത് ഈ ലെങ്ത്, ഈ സ്ക്വയറിന്റെ ലെങ്തിന് a എന്ന പേര് കൊടുത്തു. അപ്പൊ ഓട്ടോമാറ്റിക് ആയിട്ട് ഇത് സർക്കിളിന്റെ ഡയമീറ്ററുമായിട്ട് ഈക്വൽ ആണ്. അപ്പൊ ഡയമീറ്റർ ഈക്വൽ ടു സൈഡ് ഓഫ് എ സ്ക്വയർ. അപ്പൊ റേഡിയസ് എന്ന് പറഞ്ഞാൽ ഈ ഡയമീറ്ററിന്റെ ഹാഫ്, ഡയമീറ്റർ ഇവിടെ ആരായി മാറി, a ആയി മാറി. അപ്പൊ a/2 ആയി മാറി. എന്നിട്ട് നേരെ ഏരിയ ഓഫ് എ സ്ക്വയർ സ്ക്വയർ എന്ന് പറഞ്ഞാൽ a സ്ക്വയർ, ഏരിയ ഓഫ് എ സർക്കിൾ എന്ന് പറഞ്ഞാൽ എന്തായി, പൈ ഇൻറ്റു ആർ സ്ക്വയർ a/2 അല്ലെ, സ്ക്വയർ ചെയ്താൽ π(a²) ഡിവൈഡഡ് ബൈ 4 എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്തത് നമുക്ക് എന്താ പറയുന്നത് ക്വസ്റ്റ്യനില്, നാലാമത്തെ ക്വസ്റ്റ്യൻ. എന്താണ് നാലാമത്തെ ക്വസ്റ്റ്യൻ, എ ട്രയാങ്കിൾ ഗോട്ട് ബൈ ജോയിനിങ് ആൾട്ടർനേറ്റീവ് വെർട്ടെക്സ് ഓഫ് എ റെഗുലർ ഹെക്സഗൺ. ഇതിന്റെ പ്രോബിലിറ്റി ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇതിൽ ഡോട്ട് ഇടാനുള്ള പ്രോബിലിറ്റി നമുക്കതിന് ഇക്വേഷൻ അറിയാം. ഏരിയ ഓഫ് എൻ ഇക്വലാറ്റർ ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ. അപ്പോ നമുക്ക് ആദ്യം ഇതിന്റെ ഏരിയ, റെഗുലർ ഹെക്സഗന്റെ ഏരിയയും കണ്ടുപിടിക്കണം. അതേപോലെ എന്ത് ചെയ്യണം, ഇതിന്റെ ഏരിയ ഓഫ് എ ട്രയാങ്കിളും കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് അത് മാറ്റി വരച്ചു. ഞാൻ ഇതൊരു പെർപെൻഡിക്കുലർ ഇങ്ങോട്ട് വരച്ചു. നമുക്കറിയാം ഒരു റെഗുലർ ഹെക്സഗന്റെ ഓരോ ഇന്റീരിയർ ആംഗിളും എത്രയായിരിക്കും, 120 ആണ് അറിയാം. അങ്ങനെയാണെങ്കിൽ അതിനെ കട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ എത്രയാവും, 60 ഡിഗ്രി ആണ് അറിയാം. ഇത് എത്രയായി മാറും, 90 എന്ന് അറിയും. അപ്പൊ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് എന്താവും, 30 ഡിഗ്രി ആയി. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു റെഗുലർ ഹെക്സഗന്റെ അപ്പൊ സൈഡ് ഓഫ് എ റെഗുലർ ഹെക്സഗന്റെ ഒരു സൈഡിനെ എന്താക്കി എടുത്തു, a ആക്കി എടുത്തു. അപ്പൊ ഈ സൈഡ് എന്തായി, a ആയി, ഈ സൈഡ് a ആയി, ഇത് a ആയി. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ട് ഇനി എന്തേ ഉള്ളൂ, ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടെത്തിയാൽ മതി. അതിനുവേണ്ടി നമുക്ക് റേഷ്യോ അറിയാം, 30 60 90 1√3 2. ഇവിടെ നോക്കുക, 90ന്റെ ഓപ്പോസിറ്റ് a ആണ് ആയത്. അപ്പൊ 2 എങ്ങനെ a ആയെന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആണ്, a ഡിവൈഡഡ് ബൈ 2 ചെയ്താൽ മതി. ഇത് 9ാം ക്ലാസ്സിൽ നമ്മൾ പഠിച്ചതാണ് അല്ലെ, 2-3 ചാപ്റ്റർ കുറെ പ്രാവശ്യം പ്രോബ്ലം ചെയ്ത് വിട്ടതാണ്. അതുകൊണ്ട് നോക്കുക, a ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ഇതിനെ ബൈ ഇത് ചെയ്താൽ മതി, അത്രേ ഉള്ളൂ, a/2.
ഇനി ഇതിനെ ത്രൂ ഔട്ട് മൾട്ടിപ്ലൈ ചെയ്യാം. a/2 ഇൻറ്റു √3. അപ്പൊ √3/2 a ആക്കി. a/2 ഇൻറ്റു a. അപ്പൊ ഈ സൈഡ് എന്ന് പറഞ്ഞാൽ √3/2 ആണ് അല്ലെ. അപ്പൊ ഈ സൈഡും എന്തായിരിക്കും? √3/2 a. അപ്പൊ സൈഡ് ഓഫ് എ അല്ലെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ത് വരും അല്ലെ? √3/2a പ്ലസ് √3/2a തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ എന്താവും? 2 ഇൻറ്റു √3/2a ദാറ്റ് ഈസ് √3a എന്ന രീതിയിലേക്ക് വന്നു. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താ? നമുക്ക് ഇതിന്റെ ഓരോന്നിന്റെയും ഏരിയ കണ്ടുപിടിക്കണം. അപ്പൊ ഞാൻ ഏരിയ ഓഫ് ആൻ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ അല്ലെ √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. അപ്പൊ എന്താവും? √3/4 ഇൻറ്റു സൈഡ് എന്ന് പറയുമ്പോൾ √3a ഹോൾ സ്ക്വയർ. അപ്പൊ എന്താവും? √3 ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ 3 ആണ്. a ന്റെ സ്ക്വയർ എന്നാണ് a സ്ക്വയർ. അപ്പൊ ഞാൻ ഒരുമിച്ച് എഴുതി 3 √3/4 a സ്ക്വയർ. ഇനി അടുത്ത എന്താണ്? ഏരിയ ഓഫ് എ റെഗുലർ ഹെക്സഗൺ എന്ന് പറഞ്ഞാൽ എന്താണ്? 6 ഇൻറ്റു √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ ആണ് ഉള്ളത് അല്ലെ. √3/4 ഇൻറ്റു സൈഡ് സ്ക്വയർ. ഇവിടെ സൈഡ് എന്ന് പറഞ്ഞാൽ എത്രയാണ് നമുക്കറിയാം? a ആണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പൊ a സ്ക്വയർ ആണ്. കിട്ടിയല്ലോ. ഇനി അതിന്റെ പ്രോബിലിറ്റി കാണുക. അപ്പൊ എന്താണ് പ്രോബിലിറ്റി എന്ന് പറയുമ്പോൾ? ഏരിയ ഓഫ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് എന്തറിയാം? 3 √3/4 ഇൻറ്റു a സ്ക്വയർ ഡിവൈഡഡ് ബൈ 6 ഇൻറ്റു √3/4 a സ്ക്വയർ. ഈ √3 വെട്ടി, ഈ a സ്ക്വയറും വെട്ടി, ഈ 4ഉം വെട്ടി. ബാക്കി ആരേ ഉള്ളൂ? 6/3 ആണ്. സോറി 3/6 ആണ്. ദാറ്റ് ഈസ് 1/2. ഓക്കെ. ഇക്വിലാറ്ററൽ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുമ്പോൾ 3 ഇൻറ്റു √3/4 a സ്ക്വയറും 6 ഇൻറ്റു √3/4 a സ്ക്വയർ. അപ്പൊ ഈ √3 വെട്ടി, ഈ 4ഉം വെട്ടി, ഈ a സ്ക്വയറും വെട്ടി 3/6 ഈക്വൽ ടു 1/2 ആണ് കിട്ടുന്നത്. ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ എന്താണ്? A regular hexagon formed by the two overlapping the equilateral triangle. അപ്പൊ ഇവിടെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ഓവർലാപ്പ് ചെയ്തു എന്നാണ്. അപ്പൊ നമുക്ക് വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഒക്കെ ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ ആണെന്ന് പറഞ്ഞു. അപ്പൊ അതിനൊരു മാർഗം എന്താ? നമ്പർ ഓഫ് ട്രയാങ്കിൾ ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് ട്രയാങ്കിൾസ്. ഇതിൽ എത്ര നമ്പർ ഓഫ് ട്രയാങ്കിൾസ് ഉണ്ട് എന്ന് നോക്കുക. എത്ര ഉണ്ട്? 1 2 3 4 5 6. ടോട്ടൽ 6 ആണ് അല്ലെ. ആകെ നമ്പർ ഓഫ് ട്രയാങ്കിൾസ് അല്ലെ ഫോംഡ് ബൈ ഹെക്സഗണിന്റെ അകത്ത് നിന്നാണ് പറഞ്ഞത് അല്ലെ. അപ്പൊ ഇതിന്റെ ഈ ട്രയാങ്കിളിനകത്ത് ആകെ 6 ഉള്ളൂ. ടോട്ടൽ എത്ര ഉണ്ട്? 12 ആണ്. ഒന്ന് മൊത്തം എണ്ണി വെക്കുമ്പോൾ 12 കിട്ടും. ദാറ്റ് ഈസ് 6/12 എന്ന് പറയുമ്പോൾ 1/2 ആണ് ഇതിന്റെ ആൻസർ ആയിട്ട് വരുന്നത്. ക്ലിയർ ആയല്ലോ?